കല്ലുകളിൽ മനോഹരമായ ശില്പങ്ങൾ നിർമ്മിക്കുന്ന ഒരു കലാകാരനോട് ഒരിക്കൽ ഒരാൾ ചോദിച്ചു, എങ്ങനെയാണ് കല്ലിൽ നിന്ന് ഇത്രയും മനോഹരമായ വിഗ്രഹങ്ങളും ശില്പങ്ങളും ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുന്നത്? കലാകാരൻ വളരെ വിനീതനായി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എല്ലാത്തിലും ഒരു സൗന്ദര്യം മറഞ്ഞു കിടപ്പുണ്ട് ഇഷ്ട. കല്ലിൻ്റെ കാര്യത്തിൽ ആ സൗന്ദര്യത്തെ മറയ്ക്കുന്ന അധിക ഭാഗങ്ങൾ ചെത്തിമിനിക്കുന്ന ജോലി മാത്രമാണ് ഞാൻ എടുക്കുന്നത്. മനുഷ്യൻ്റെ കാര്യത്തിലും ഇതുതന്നെയല്ലേ യാഥാർത്ഥ്യം? നമ്മുടെയൊക്കെ സന്തോഷം നമ്മളിൽ തന്നെ ഇല്ലേ? എന്നാൽ നമ്മൾ കൊണ്ടു നടക്കുന്ന കുറേ അനാവശ്യമായ ആശങ്കകൾ പലപ്പോഴും കല്ലിൽ എങ്ങനെയാണോ സൗന്ദര്യത്തെ മറച്ചുകൊണ്ട് അധിക ഭാഗങ്ങളുള്ളത്, അതുപോലെയാണ് ആ സന്തോഷത്തെ മറച്ചു പിടിക്കുന്നത്. അത്തരം അനാവശ്യ ആശങ്കകൾ ദൂരെ കളഞ്ഞാൽ നമ്മൾ എന്ന വലിയ ശിലയിൽ നിന്നും ഒരു ശില്പകലാ ഭംഗിയുള്ള ഒരു വിഗ്രഹമുണ്ടാവും. ആ സന്തോഷമുള്ള എന്നെ തേടിയാണ് നമ്മുടെ യാത്ര. കല്ലിൽ എങ്ങനെയാണോ ഒരു സൗന്ദര്യം മറഞ്ഞു കിടക്കുന്നത്, അതേപോലെ നിങ്ങളിലും സന്തോഷം ആവോളം മറഞ്ഞു കിടപ്പുണ്ട്. പക്ഷേ അത് ആസ്വദിക്കാൻ കഴിയാത്തത് അനാവശ്യമായി തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ഈഗോയും പിന്നെ മറ്റുള്ള മനുഷ്യരോടൊപ്പമുള്ള കുശുമ്പും അസൂയയും ഇത്തരം കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ആസ്വദിപ്പിക്കാൻ പറ്റും, നിങ്ങൾക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും.